ഹേ ഗൈസ്, ക്രോസ് ബീറ്റ്സിന്റെ ക്ലിപ്പ് മിനി എന്ന് പറഞ്ഞ ഈ ഒരു വയർലെസ് മൈക്ക് എങ്ങനെയുണ്ടെന്നുള്ളതിന്റെ റിവ്യൂ വീഡിയോ ആണ് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്യാൻ പോണത്. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഓൾറെഡി ചാനലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത് ഈ റിസീവറിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു റിസീവറല്ല, ട്രാൻസ്മിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. 2 ട്രാൻസ്മിറ്റർ കിട്ടുന്നുണ്ട്. രണ്ടും ഒരേ ടൈമിൽ ഡ്യുവൽ മോഡിൽ നമുക്ക് പെർഫോം ചെയ്യിക്കാൻ വർക്ക് ചെയ്യിപ്പിക്കാനും കഴിയുന്നതാണ്. ആൻഡ് ഈ ഒരു സംഭവത്തിനകത്ത് 2 മോഡലുണ്ട്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും സാധാ മോഡലും ഉണ്ട്. ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള മോഡിനകത്താണ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ട് ഈ ഒരു റൂമിലെ നോയിസും സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾപ്പിച്ചും തരാം. ആൻഡ് ഈ ഒരു സംഭവത്തിന്റെ ഒപ്പം വരുന്ന കേസ് വിത്ത് LED ഇൻഡിക്കേഷൻ ഉള്ള ഒരു കേസാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, എന്താ ഇവിടെ ഈ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു ചാർജ്, ഈ ഒരു കേസിനകത്ത് എത്ര ശതമാനം ബാറ്ററി കപ്പാസിറ്റി ബാക്കിയുണ്ട്, പോരാണ്ട് ഈ ഒരു ഉള്ളിൽ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചാർജിങ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ ആ ഒരു ഇൻഡിക്കേഷൻ എല്ലാം നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുന്നുണ്ട്. പോരാണ്ട് നിങ്ങൾക്ക് 2 റിസീവറും കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോണിൽ അതായത് 15 മുന്നേ ഉള്ള ലൈറ്റ്നിങ് ടൈപ്പ് പോർട്ടുള്ള ഐഫോൺസിനകത്ത് കണക്ട് ചെയ്യാനുള്ള ഒരു റിസീവറും, പോരാതെ 15 പോലെ പിന്നെ ആൻഡ്രോയിഡുകളിനകത്തും കണക്ട് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഒരു ടൈപ്പ് സി റിസീവറും നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഐഫോണിൽ കറന്റ് ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കറന്റ് ഐഫോണിനകത്താണ് യൂസ് ചെയ്യണേ. ആക്സസറി ഇഷ്യൂ ഒന്നും വരുന്നില്ല, തിരക്കേടില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്ത് പോവാം. ആൻഡ് ഹാൻഡി ആണ്, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ചെറിയ ബോക്സ് ആണ്, നമ്മുടെ പോക്കറ്റിനകത്തൊക്കെ ഒതുങ്ങുന്നതാണ്. ആൻഡ് ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഒതുങ്ങിയിരിക്കുന്നുണ്ട്. എന്നാലും ചെറിയ ബട്ടൺ മൈക്കിന്റെ ആ ഒരു സ്പേസ് അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാണ്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്താണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പൊ ഗൈസ്, ഇപ്പോൾ കറന്റ്ലി ഈ ഒരു റൂമിനകത്ത് ഞാൻ ഫാൻ കറന്റ്ലി റണ്ണിങ് ആണ്. ഇതിനകത്തുള്ള നോയിസ് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ കറന്റ്ലി നോയിസ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആണ്. അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആണ്. ഇനിയിപ്പോൾ ആ ഒരു മോഡ് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു റെഡ് ലൈറ്റ് മാറി ചുമ്മാ പ്ലെയിൻ ബ്ലൂ ആയിട്ടുണ്ടാവും. ഈ ഒരു പ്ലെയിൻ ബ്ലൂ ആകുമ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടുള്ള ഒരു നോയിസ് ആണ്. ആൻഡ് ഇതാണ് ഇപ്പോൾ കറന്റ്ലി റൂമിലുള്ള, ഞാനൊരു സെക്കൻഡ് സൈലന്റ് ആയപ്പോൾ ആ ഒരു നോയിസ് ആണ് ഇപ്പോൾ കറന്റ്ലി റൂമിനകത്തുള്ളത്. നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു നോയിസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് അത് റിമൂവ് ചെയ്ത് തരും. ആൻഡ് ഇതിൻ്റെ ലൗഡ്നെസ് മീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് ബാക്കി പറയാം. നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ലൗഡ്നെസ് മീറ്റർ ഉണ്ട്, അതായത് എന്തോരം സൗണ്ട് ക്വാളിറ്റി എടുക്കണം, സൗണ്ട് എമൗണ്ട് എടുക്കണം എന്നുള്ളതിന്റെ ആ ഒരു മീറ്റർ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ മേളിൽ നമ്മുടെ പവർ ബട്ടണിൽ സിംഗിൾ ടൈം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. ആ ഒരു ബ്ലൂ ലൈറ്റ് 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ലെവലിലായിരിക്കും. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ ബ്ലിങ്ക് ആയിരിക്കും, അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് റിസീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും, അതായിരിക്കും മീഡിയം ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മീഡിയം ലെവലിലോട്ടാണ് ഇപ്പോൾ കറന്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസിന്റെ കേസാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് വരുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം, ആ ഒരു അറ്റത്തു നിന്നാണ് ഞാൻ നടന്നു വന്നത്. ഇപ്പോൾ കറന്റ് കാറ്റ് വീശുന്നുണ്ട്, മൈക്കിലേക്ക് കാറ്റ് വരുന്നുണ്ട്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ്. ആ ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും കറന്റ് വർക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഈ ഒരു സംഭവത്തിനകത്ത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട്. കാക്കയുടെ ഒച്ച ഉണ്ടായിരുന്നു, കാക്കയുടെ ഒച്ച ക്യാപ്ചർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മൈക്കിന്റെ അകത്തുള്ള റോ ഓഡിയോ വെച്ചിട്ടായിരുന്നു. അതായത് ഈ ഒരു ഓഡിയോ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല, വോയിസ് സൗണ്ട് ഇച്ചിരി കൂട്ടേ കുറയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നോയിസ് കളയല്, സൗണ്ട് എഡിറ്റിങ്, എൻഹാൻസിങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ ഒരു സംഭവത്തിന്റെ പ്രൈസിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2800 രൂപയാണ് പ്രൈസിങ് വരുന്നത്. നമ്മുടെ ആമസോണിൽ നമുക്ക് അവൈലബിൾ ആണ്. ലിങ്ക് പർച്ചേസ് ചെയ്യാനുള്ള താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഗൈസ്, അത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിനകത്ത് പറയാം. ഡെഫിനറ്റ്ലി നമുക്ക് അറിയാലോ ആരൊക്കെയാണ് പർച്ചേസ് ചെയ്യിക്കുന്നതെന്ന്. ഓക്കെ, ബൈ. Anything you want, anything you need, your mind's got the key ingredient, it's belief. They'll see with the negativity, but I just slide right by that energy.